guys, welcome back to ചായയും കാപ്പിയും ചോറവും റൂഫിയും ഇപ്പൊ ഇങ്ങനെ ഇതെങ്ങനെയായി ഗുഡ് ന്യൂസ് പറയാനുണ്ട് ഗൈസ്. ഗുഡ് ന്യൂസ്. Can you see what is this? Ultrasound abdomen. ഇവിടെ നിങ്ങൾക്ക് ബേബീസിനെ കാണാം. ബേബീസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ട്വിൻസ് ആണ് അല്ലേ? ഇല്ല, 4 ഇപ്പോ അപ്രോക്സിമേറ്റ്. ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. 4-5 കുട്ടികള് ഇവിടെ ഇങ്ങനെ നിറയെ ഓടി കളിക്കും. പക്ഷെ 2 കാലിലല്ല, 2 കാലിലല്ല, 4 കാലില്. ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ. ഇത് ഡാഡ് ടു ബി, മോം ടു ബി. കൂൾ മോം ആൻഡ് ആംഗ്രി ഡാഡ്. അവർക്കാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. ഇവരുടെ ഫസ്റ്റ് എങ്ങനെയായിരുന്നു? ഇവരുടെ മീറ്റിംഗേ നമുക്ക് ഷോക്ക് ആയിരുന്നില്ലേ? എനിക്കല്ല, എനിക്ക് വിളിച്ചിട്ട് ഫുൾ കറച്ചിലായിരുന്നു. അത് തന്നെ. ഇവന് 4 വയസ്സ്, ഇവൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അപ്പോ എന്താണ്, ഞങ്ങള് ഗേളിനെ എടുത്തപ്പോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ മീറ്റിങ്ങിനാണോ ബേബിക്കാണോ? ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തെടുത്തതല്ല. ഷീ ജസ്റ്റ് കെയിം ടു അവർ ലൈഫ്. ഓക്കെ, വെൻ ഷി വാസ് 6 months ഓൾഡ് ഷീ കെയിം ടു അവർ ലൈഫ്. സോ ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കും അവള് ബ്ലെസ്സിങ് ആണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോഴും ഞങ്ങൾ ഫസ്റ്റ് അവളാണ് കാല് വെച്ച് കയറിയത്. ബിക്കോസ് വി ഫീൽ ലൈക്ക് ഷീ ഈസ് എ ബ്ലെസ്സിങ്. ഷീ കെയിം ടു അവർ ലൈഫ് ലൈക്ക് എ ബ്ലെസ്സിങ് ആൻഡ് ഷീ ഈസ് ബ്രിങ്ങിങ് ബ്ലെസ്സിങ്സ്, എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്. അപ്പോ എന്താണ്, പിന്നെ ഇവളുടെ ഫസ്റ്റ് പീരിയഡ്സ് ആയിട്ടുണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് 6 months കഴിഞ്ഞിട്ട് അവളെ കിട്ടിയത്. 6 to 16 months അത്ര ഇവരുടെ ഫസ്റ്റ് ഹീറ്റിങ്. അപ്പൊ ആയോ ഇല്ലെന്നൊന്നും അറിയില്ല. പിന്നെ അപ്പോഴേ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് അവളുടെ നിപ്പിൾസ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞ് ആയ പോലെ ഉണ്ട് സിംറ്റംസ്. പക്ഷെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ചിലത് ഫസ്റ്റ് ടൈം ഉള്ളത് സൈലന്റ് ഹീറ്റ് ആവും, അത്രയൊന്നും വരില്ല, ലൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കിട്ടി 6 months കഴിഞ്ഞ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് അവളുടെ ഹീറ്റ് ആയത്. ഹീറ്റ് ആയപ്പോൾ ഓഫ്കോഴ്സ് ഞാൻ കുറച്ച് ഓവർ വൃത്തിൻ്റെ ഒക്കെ ആളായതുകൊണ്ട് അപ്പോൾ ഡോട്ടായിട്ട് ബ്ലഡ് ഒക്കെ വരുമ്പോൾ എനിക്കത് ഭയങ്കര കോൺഷ്യസ് ആകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇവൾക്ക് 2 ഷെഡിയൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇൻസ്റ്റാല് യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ അവൾക്ക് പാൻറ്റീസ് ഒക്കെ ഇട്ട് അതിൽ കുട്ടി പാഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇവിടെ സെറ്റ് ആക്കി. ഒരു 8 days കഴിഞ്ഞു അവളുടെ പീരിയഡ്സ്. ഒരു 8 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇതേപോലെ ഡ്രോപ്സ് വരലൊക്കെ നിന്നതിന് ശേഷം ഞാൻ പാൻറ്റീസ് ഇടൽ നിർത്തി. പിന്നെ ഇവർ രണ്ടാളും ഇവിടെ കളിക്കണമായിരുന്നു. ഇവൻ ഓഫീസ് പോയ സമയമായിരുന്നു. രാത്രിയാകുമ്പോൾ 2 പേരുടെ സൗണ്ട് ഒന്നും കാണാനില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇവർ 2 പേരും എവിടെ പറഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഇവര് മറ്റേ ഡോഗ്സ് ലോക്ക് ആകുമല്ലോ, അവർ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായിട്ട് 2 ഇങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ലോക്കായിട്ട് നിൽക്കും. ഞാൻ എനിക്ക് വിളിച്ചു പൂറ് കളത്തില് സുഖി എന്ത് ചെയ്യും, ഇവരുടെ പിരിച്ചു വിടാനൊക്കെ ഒന്നും ചെയ്യണം. എനിക്ക് പേടിയായി. കാരണം ഇവരിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിടേണ്ടി വരുമോ, എന്താ ചെയ്യേണ്ടത്? എനിക്ക് സോറോ അപ്പോഴും ഒരു ചെറിയ ബേബി പോലെ, കുഞ്ഞു വാവ. അയ്യോ ഇവ ഇങ്ങനൊക്കെ ചെയ്യോ, ഇവ ഇതൊക്കെ ചെയ്താ പറഞ്ഞിട്ട്. പക്ഷെ 2 പേരും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ചെയ്തേക്കണത്. അത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ സുഖി പറഞ്ഞ് ശരി, 4 വർഷത്തെ കാത്തിരിപ്പില് കിട്ടിയ ഒരു ഭാര്യയല്ലേ, ഇരിക്കട്ടെ. അങ്ങനെ ഡെയിലി ഇവർ ചെയ്യുമായിരുന്നു. പിന്നെ കുറെ ആവുന്നു കണ്ടാൽ ഞാൻ അവൾക്ക് പാൻറ്റീസ് ഇട്ട് വിടും, പ്രൊട്ടക്ഷൻ. അത്ര ചെയ്യണ്ട, നിങ്ങൾ മിതമായിട്ട് ചെയ്താൽ മതി പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 5 days 6 days ഒക്കെ അത് ഉണ്ടായിരുന്നു ആ ഒരു പീരീഡ്. പിന്നെ ഒരു 6th 7th day ആയപ്പോ അവനും ആ ഇൻട്രസ്റ്റ് ഒക്കെ വിട്ടു, അവളും നോർമൽ. പിന്നെ ബോത്ത് വെർ നോർമൽ ടു ദെയർ ബാക്ക് ടു നോർമൽ ലൈഫ്. ആ മീറ്റിംഗ് പീരീഡിൽ സോറോ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഞങ്ങളെ പോലും തൊടാൻ വിടില്ലായിരുന്നു, കുളിപ്പിക്കാൻ വിടില്ല, തുടയ്ക്കാൻ വിടില്ല, ഇല്ല അവനെ തൊടാൻ വിടില്ല, ഇവളിനെയും തൊടാൻ വിടില്ല. പ്രൊട്ടക്ടിങ് ഹസ്ബൻഡായിട്ട് ഫുൾ ടൈം. ഞാൻ ഇവർ 2 പേര് കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ടായി, ഞാൻ അവിടെ അറ്റാച്ച് ചെയ്ത് വിടുക. കാരണം അല്ലെങ്കിൽ ഇവൻ ഇവളെ കൂടെ കിടക്കുകയില്ല. ഇവൻ എപ്പോഴും ബെഡില്, ഇവൾ സെപ്പറേറ്റ് അവളുടെ ബെഡിൽ, അങ്ങനെ കിടക്കുക.
ഇത് ആയതിന്റെ ശേഷം അവൻ എന്റെ കൂടെ ഒന്നും കിടക്കില്ല, ഫുൾ ടൈം അവള് മതി. ഭാര്യ ഭാര്യ ഭാര്യ. അവൻ ഫുഡ് കഴിക്കൽ നിർത്തി, ഒരു 6 days അവൻ ഫുഡേ കഴിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കണം, നല്ല ടയർഡായി പോയി വെള്ളം കുടിക്കും, അത്ര തന്നെ. ട്രീറ്റ്, ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തു നോക്കും, ഒന്നും കഴിക്കില്ല. എല്ലാം അവിടെ ഇട്ട് വിടും, അവളുടെ അടുത്ത് കൊണ്ടേ ഇട്ട് വിടും. അപ്പൊ അവളെടുത്ത് കഴിക്കും. അവള് ഓവർ ഫീഡിങ്, അവൻ 0 ഫീഡിങ്, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു, നോർമലായി. പിന്നെ അപ്പോഴാണ് മമ്മീന്റെ റിട്ടയർമെന്റ് വന്നത്. നമ്മളൊരു ലോങ് ജേർണി ആണല്ലോ ഡ്രൈവ്. അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ ഇനി വല്ലതും ഉണ്ടെങ്കിലോ, ഫസ്റ്റ് ടൈമിലാകോ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇതൊക്കെ. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു നല്ല ഡൗട്ട് ഉണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഏർലി ടു ഐഡന്റിഫൈ. നിങ്ങൾ ഇനി നാട്ടിൽ പോകണമെങ്കിൽ പോക്കാം, പക്ഷെ നല്ല റെസ്റ്റ് കൊടുക്കണം, അവൾക്ക് സ്ട്രെസ് കൊടുക്കരുത്, കുറെ മൂവ്മെന്റ് വേണ്ട, ഹൈ ജമ്പിങ് വേണ്ട, അങ്ങനെയൊക്കെ നിറയെ നോക്കാൻ പറഞ്ഞിട്ട് അത്ര സേഫ് ആണെങ്കിൽ നിങ്ങൾ പോയിക്കോ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ സഞ്ജു ഒക്കെ ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പോൾ അവരുടെ കൂടെ അവള് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്നു. പിന്നെ പോയി വന്ന് 10 days കഴിഞ്ഞാൽ കൊണ്ടുവരണം, അൾട്രാസൗണ്ട് ചെയ്യണം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് തിരിച്ചു വന്ന് 10 days കഴിഞ്ഞിട്ടാണ് അൾട്രാസൗണ്ടിന് കൊണ്ടുപോയത്. ഒരു 12 days പ്ലസ് ആയി. ഞങ്ങൾ കുറച്ച് ഇനി ഏർലി എന്ന് പറയണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ 2-3 ദിവസം എക്സ്ട്രാ എടുത്തു. അങ്ങനെ പോയിട്ടാണ് ആ പോണ വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് വിടാം. ഓക്കെ. തൊട്ട് കുഞ്ഞു കുട്ടിയല്ലേ, റൂഫി നല്ല മല്ല. റൂഫി റൂഫി എവിടെ പോണ്? ഈ ഹോസ്പിറ്റലിലാണ് വന്നത്. അന്ന് 7 ആയിരുന്നില്ലേ? We will like use here. No, doctor suggested, but it's expensive as well, right? Cytopoint better to give, sir. Actually, my suggestion, right? Because the pet should not suffer, right? If you want to give the chicken and all completely, you can give the chicken. But Cytopoint, not like every month we should not give. That is like just an antibodies to reduce the itching and all. No side effects, nothing will be there. Here, what are the pets we are giving? Yesterday also for one pet I gave bee killer. Okay. Same with the hypoallergic diet, it responded. Including that, some seasonal allergies will be there. No, the pet will keep on scratching. സുഖമായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്.
ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ബ്രാഞ്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഫസ്റ്റ് ഞങ്ങൾ പോയതിൽ സ്കാനിങ്ങും ഇല്ല ഗൈനക്കും ഇല്ല പറഞ്ഞു. അപ്പോൾ അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം അവിടെ പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് വിളിച്ചു ചോദിച്ച് ഗൈനക്ക് ഉണ്ട് എന്നൊക്കെ കൺഫേം ചെയ്തിട്ടാണ് പോയത്. സത്യം പറഞ്ഞാലില്ലേ, ഇത് ഞാൻ കുറെ പേരുടെ വ്ളോഗ്സിലും മൂവിയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് സ്കാനിങ് അത് ഇതൊക്കെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും അതേപോലെ ആയിരുന്നു. ഫസ്റ്റ് ഇവിടെ കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ ചെയ്തതിലേ അവർക്ക് നല്ല ഡൗട്ടായി ഉണ്ട് പറഞ്ഞിട്ട് വയറൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്. പിന്നെ ബാക്കി സിംറ്റംസ് വരുമല്ലോ, അവളുടെ നിപ്പിൾസ് ഒക്കെ കുറച്ച് ബൾജായി, പിന്നെ അവളും കുറച്ച് വീക്ക്, അധികം നടക്കണില്ല സ്പീഡിലാണ്. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഉണ്ട് തന്നെയാണ് തോന്നുന്നത്, ശരി അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞ് ഫസ്റ്റ് പോയി അവളുടെ ഇവിടെ ടമ്മീൻ്റെ അവിടെയുള്ള ഹെയർ എല്ലാം ട്രിം ചെയ്തു. അതെ, അപ്പോഴാ അൾട്രാസൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ രണ്ടുപേരിനെ ഉള്ളിൽ കയറ്റില്ല പറഞ്ഞു. അവർ ആദ്യം അതെ, എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, അവര് നോക്കിയിട്ട് അപ്പൊ കൺഫേം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഉള്ളിൽ വിളിക്കാ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ടെൻഷൻ അടിച്ചിട്ട് ഒരാളങ്ങനെ നടക്കണ് ഒരാളിങ്ങനെ നടക്കണ്. എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയ സോറോ. പിന്നെ അവന് വെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവൻ പൂച്ചക്കുഞ്ഞുമല്ല, അതിനേക്കാളും പാവമാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ വിറച്ചിട്ട് താഴെ വിട്ടാൽ ഇങ്ങനെ വിറച്ചിട്ടിരിക്കുക. അപ്പൊ അവനെ ഫുൾ കയ്യിലെടുത്തിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോറോനെയും കയ്യിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്ന് പണി പറ്റിച്ച സോറോ പണി പറ്റിച്ച സോറോ നീ പണി പറ്റിച്ച പണി പറ്റിച്ചോ പണി പറ്റിച്ചു പണി പറ്റിച്ചു. പിന്നെ പെട്ടെന്ന് ഡോക്ടർ ഡോറ് തുറന്നിട്ട് പറഞ്ഞേ നിങ്ങൾ വന്നോ കൺഫേം ആയി, വാ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കേൾപ്പിച്ച് തരാ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുൾ എക്സൈറ്റഡ് ആയി. പോയി നോക്കിയപ്പോ അവര് പറഞ്ഞ് എത്ര ബേബീസ് കറക്റ്റ് ഇപ്പൊ പറയാൻ പറ്റില്ല, ടിപ്പിക്കലി 4 to 7 വരെയൊക്കെ ആകും. പക്ഷെ ഇപ്പൊ ഹാർട്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ, ഹെഡ് ഒന്നും ഫോം ആയിട്ടില്ല പറഞ്ഞത്, അതുകൊണ്ട് അറിഞ്ഞില്ല. ഒരു 4 അപ്രോക്സിമേറ്റ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. പക്ഷെ ഇനി ഒരു 15 days കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കും പറഞ്ഞു. എക്സ്റേ ഉണ്ടാവും, ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട്. അപ്പൊ എക്സ്റേയിലാണ് അത്ര കറക്റ്റ് എത്ര ബേബി. Normal range should be like more than 300 at least, 350 like that, 465 normal only is their heartbeat also. And how many babies we can't see How now? many babies in the scanning, this is uterus, right? Some may can move actually in between the horn. After 45 days you can go for the x-ray. In that we can get to know like how many like pakka babies are there. Thank you, doctor. Thank you. കുട്ടി അമ്മയാകാൻ പോകുന്നു. നിങ്ങളെ കളി കീറും. അച്ഛനെവിടെ? അച്ഛൻ അച്ഛനോ വന്നു. ഇനി ഇങ്ങനെ ഡേയ്സ് ഇപ്പൊ അവൾക്ക് 35-36 days ആയി. അല്ല, ഞങ്ങൾ പോയി വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 40 days ആയിട്ടുണ്ടാവും. 65 days ആണ് ഇവരുടെ പ്രഗ്നൻസി. എല്ലാം വേഗമായിരിക്കും. സാറ് പകൽ ഫുൾ കിടന്നുറങ്ങും, രാത്രി ഡ്യൂട്ടിക്ക് പോകും. എനിക്കിപ്പോ വർക്ക് ഫ്രം ഹോം ആണ്. പകലും ഫുള്ള് വീട്ടിലുണ്ട്, രാത്രിയും വീട്ടിലുണ്ട്. ഫുൾ ഡ്യൂട്ടി ഞാൻ ഒറ്റക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇവ പെറ്റേണിറ്റി ലീവ് എടുത്തിരിക്കേണ്ടി വരും. കാരണം നീ മെറ്റേണിറ്റി എടുക്കണ്ട. കാരണം ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, സത്യമായിട്ടും. ഡെലിവറി, പിന്നെ അവളുടെ ഡെലിവറി കഴിഞ്ഞ ആ ബേബീസിന് നല്ല ഇൻറ്റൻസ് കെയർ കൊടുക്കണം നമ്മൾ ഫസ്റ്റ് 30-40 days. ബ്രസ്റ്റ് ഫീഡിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണോ. പിന്നെ ചില അമ്മമാർ കുട്ടികളോട് മൈൻഡ് ആക്കൂല, എത്ര നമ്മൾ കൊണ്ടുപോയി മൈൻഡ് ആക്കാൻ വെക്കണോ. എനിക്കിതൊക്കെ ഓർത്തിട്ട് പിന്നെ ഒന്നെന്താ സമാധാനം, ഇവളൊരു പാവം, ഇവള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മളെ കടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇനി ഈ ചെക്കനില്ലേ, ഇവൻ ഈ കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാല് ഇവന്റെ സ്വഭാവം എന്താകും? ഇതേപോലെ
ഗർജിക്കുന്ന ശരി ഓക്കെ റിലാക്സ്. ഗർജിക്കുന്ന സിംഹമാകോ അതോ നല്ല ഉത്തരവാദിത്വമുള്ള അച്ഛനാകോ ഒന്നും നമുക്കറിയില്ല. ഇനി ഇവർക്ക് കുട്ടികളൊക്കെ കാണുമ്പോ ഇല്ല കുഴപ്പമില്ല, അവളെ ഫ്രീ ആയിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോ ഇവൻ ചിലപ്പോ പ്രൊട്ടക്റ്റീവ് ആയി ഇങ്ങനെ മീൻസ് സ്നേഹം വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ഒരു ഡെലിവറിയിലൂടെ കൂടെ ഞങ്ങളുടെ സോറോയും ചേഞ്ച് ആകണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കുറച്ച് സ്നേഹനിധിയായ അച്ഛനായി, ഞങ്ങളുടെ സ്നേഹനിധിയായ മകനായി, ഞങ്ങളൊക്കെ കടിക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ ഈ വീഡിയോ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇതിനു വേണ്ടിയാ ചെയ്തത്. ഇറ്റ്സ് അബൌട്ട് ദ പ്രഗ്നൻസി റിവീൽ. അതേപോലെ നമ്മളെ വീട്ടിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഇതില് എത്ര പപ്പി ആകേണ്ടതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അത് നീ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ് ഇട്ട് വിടാം. കാരണം ഇതിനായിട്ട് ഇനി ഒരു വീഡിയോ എടുക്കുന്നത് ബോറാവും. അപ്പോ ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞങ്ങള് കൊറേ എന്താ പറയാ, ഇപ്പൊ അല്ലെങ്കിലും യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ഡെലിവറി വ്ളോഗ്സും പ്രഗ്നൻസി വ്ളോഗ്സ് ഒക്കെ ആണല്ലോ. ചേഞ്ച് ആയിട്ട് ചേഞ്ച് എങ്ങനെ ഞങ്ങളും അതേപോലെ പ്രഗ്നൻസി വ്ളോഗ്സും ഡെലിവറി വ്ളോഗ്സും റൂഫി ഇട്ട് വിടാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും see you from Chayum. Kapiyum. Don't forget to share, like and subscribe. Okay, thank you, love you.